ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. മഴക്കാലം ആയതോടുകൂടി നമ്മുടെ നാട്ടിലൊക്കെ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. വീട്ടിലും പരിസരത്തും എല്ലാം തന്നെ കൊതുക് ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് അടുക്കള ടിപ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 3-4 ചക്കച്ചോള ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രം നിറയെ വ്യത്യസ്തമായ രീതിയിലുള്ള 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 4-5 ചക്കച്ചോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഒരെണ്ണം 4-5 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അത് മാറ്റി വെച്ചിട്ട് ഇനി അത് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. അതിനേക്ക് ആവശ്യമായിട്ട് 1/4 കപ്പ് മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പഞ്ചസാര, ഇനി ആ ചക്കപ്പഴത്തിൻ്റെയും അതുപോലെ പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ദോശ ബാറ്റർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ആ മുറിച്ച ചക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിൽ മുക്കി പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വ്യത്യസ്തമായിട്ട് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. നേരിട്ടും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കോൺഫ്ലെക്സ് ഞാൻ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മിയൊന്ന് പൊടിച്ച് പൗഡർ പോലെ ആക്കിയെടുക്കുന്നുണ്ട്, തരിതരിപ്പോട് കൂടിയിട്ടുള്ളത്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ആദ്യം ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു കോൺഫ്ലെക്സ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടോ. അപ്പോൾ ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മുക്കിയെടുത്തത് കേട്ടോ. ഇതിൽ കാണുന്നത് പോലെ കോൺഫ്ലെക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൈ ക്ലീനായിട്ട് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എല്ലാം നല്ല വൃത്തിക്ക് കിട്ടുന്നതാണ്. ഇനി ഇതുണ്ടല്ലോ, ഇത് സെറ്റാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ആ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിക്കുന്നത് പോലെ ഡയറക്റ്റ് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. പഴംപൊരിയുടെയൊക്കെ പോലെ തന്നെ ചക്ക ഉള്ളിൽ വരുന്ന ആ ഒരു ടേസ്റ്റിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചക്കപ്പൊരി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കാനായിട്ട് മറക്കരുത്. ഈ സമയം കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലെക്സ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പഴം നമുക്ക് എടുക്കാം, ചക്കപ്പഴം എടുക്കാം. ഇനി അതും നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കുക. അതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ ചക്കപ്പഴത്തിൻ്റെ ആ സോഫ്റ്റ് ആൻഡ് ചൂയി ആയിട്ടുള്ള ഒരു ചക്കപ്പഴമൊക്കെ ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അധികം ഓയിലൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് ഈ സ്നാക്കുകൾ റെഡിയാക്കിയെടുക്കാം. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ചക്കപ്പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾ വരെ ഇത് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. ഒരു നഗറ്റ്സിൻ്റെയൊക്കെ സ്റ്റൈലിൽ, KFC സ്റ്റൈൽ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പുണ്ടല്ലോ, നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പ്രയാസമാണ്. ഇനി അഥവാ ഉണങ്ങിയാൽ തന്നെ ഒരു സ്മെല്ലുണ്ടാകും. ഇനി ആ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല പുത്തനായിട്ട് തന്നെ നല്ല ഫ്രഷ്നെസ്സോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഈ കംഫർട്ടിൻ്റെ വെള്ളം ഞാൻ അയൺ ബോക്സിലേക്ക് ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ, അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ കംഫർട്ടിൻ്റെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് അലക്കിയ തുണികളിൽ സ്മെല്ലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലാത്ത അയൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ കുപ്പിയിലേക്ക് ആക്കുക. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും അലക്കി കഴിഞ്ഞാലും സ്മെല്ലുള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല ഫ്രഷ്നെസ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലുള്ള ഒരേപോലുള്ള ഗ്ലാസ്സുകൾ, അതിപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആവട്ടെ പൊട്ടിപ്പോകുന്ന ചില്ല് ഗ്ലാസ്സുകളാവട്ടെ, ഇതുപോലെ ഒന്നിനൊന്ന് ഇങ്ങനെ കയറിയിരുന്ന് ടൈറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറയുന്നത്. ഞാൻ അല്പം എണ്ണ എടുത്തിട്ടുണ്ട്. ഏത് തരം എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ
എണ്ണ ഇതുപോലെ ഞാൻ ആ 2 ഗ്ലാസ്സിനും ഇടയിലേക്കായിട്ട് ഒരല്പാൽപ്പമായിട്ട് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം കുറച്ച് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ടൈറ്റായിട്ട് മുറുകിയിരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഓയിൽ ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് നമുക്കത് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ. കുറച്ച് നേരം അതൊന്നങ്ങനെ വെച്ചതിന് ശേഷം ഞാനിത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓയിലൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുറുകിയിരിക്കുന്ന ഗ്ലാസ് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ടൈറ്റായിട്ടിരിക്കുന്ന പാത്രങ്ങളാവട്ടെ ഗ്ലാസ്സുകളാവട്ടെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻസും ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ള ഗ്ലാസ് കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഞാനിത് വാട്ടർ കളറിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുകി നല്ല ക്ലീനാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇതുപോലുള്ള പഴയ ചെറിയ കുപ്പികൾ ഏത് തന്നെ എടുക്കാം. മരുന്നിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം ഒരു 2 എണ്ണം ഞാൻ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയിലേക്ക് കർപ്പൂരം 2 എണ്ണം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികൾ രണ്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. വീട്ടിലെപ്പോഴുമുള്ള ഈ 2-3 ചേരുവകൾ കൊണ്ട് നമുക്ക് കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊതുക് തിരിയൊന്നും വാങ്ങി ഇനി പൈസ കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യമുള്ളത് കോട്ടണോ കോട്ടൺ ക്ലോത്തോ. ഞാനിവിടെ കോട്ടണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തിരി പോലെ ആക്കിയിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കുറച്ച് നീട്ടത്തിലുള്ള ഒരു തിരി തന്നെ എടുക്കുക കേട്ടോ. അത് എന്നിട്ട് എണ്ണയിലേക്ക് മുക്കിയിട്ട് ആ ഒരു കത്തിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് എണ്ണയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് കൊതുക് ഏറ്റവും കൂടുതൽ ഏത് സമയത്താണോ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തിന് കുറച്ച് നേരങ്ങൾക്ക് മുമ്പായിട്ട് ഇതിങ്ങനെ ഒന്ന് കത്തിച്ച് നമ്മുടെ വീട്ടിൻ്റെ വരാന്തയിലോ വീടിന് പരിസരത്തോ ഒക്കെ ഇതുപോലെ പുകച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് തിരി കത്തിച്ച് മാത്രമല്ല വീട്ടിനുള്ളിൽ മുറികളിലൊക്കെ കൊതുകിൻ്റെ ശല്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വിളക്ക് ഊതിക്കിടത്തിയ ശേഷം ഇതുപോലെ പുകച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടിലിനടിയിലൊക്കെ ഇതുപോലെ ഒന്ന് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുകുകളുടെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൊതുക് തിരിയൊന്നും ആവശ്യമില്ലാതെ തന്നെ ഹാനികരമല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് പുകയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കെമിക്കൽ ഒന്നും ഇല്ലാതെ വീട്ടിൽ കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും അതുപോലെ നല്ലെണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.